ദേ വന്നെ പരിഷ്കാരിയാണ്. ഉടണ്ട നല്ല മുന്തിയനാണ്. ഞാനല്ല, ഞാൻ വർക്കിന് പോകണം. നീ പോണേ പോകൂ. നിങ്ങൾ അടിച്ചോ. എനിക്ക് എന്ത് വേണം? എനിക്ക് ഗ്ലാസും വെള്ളം കൊടുക്ക്. ആ തരാം. ഞാനും എന്നൂടെ നീ വരുന്നവരെ ഇവിടെ മിണ്ടിയും പറഞ്ഞിരുന്നോളാം. അല്ല മുത്തേ ചെങ്ങനെങ്ങാണ് പോയി ബാഗം തൂക്കി. Someone tried to hurt me. ആന്ധ്രയാണോ പോയെ? ആരോട് ചോദിച്ചിട്ട്? ഹലോ. Rajesh. യെസ്. Rajesh. എന്ത്? Someone tried to hurt me. എന്ത്? Nobody understands me here. അതെ, someone tried to hurt me എന്ന് വെച്ചാൽ എന്താടാ? വെള്ളം കൊണ്ടുപോടാ. ആ അവളങ്ങനെ തപ്പത്തില്ല ചോദിക്കണം മച്ചാനെ. എവിടാ നിന്റെ ചൈനക്കാരി? എന്താണ്? അവിടെ നിന്ന് എന്നെ വെറുതെ ചവിട്ടി. അതെന്തിനാണെന്ന് അവളോട് എനിക്ക് ചോദിക്കണം. ചവിട്ടിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണം കാണും. കാണും. അത് ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. വീട്ടിൽ കയറണ്ട. നീ എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. വീട്ടിൽ കയറാൻ പറ്റൂല. കോളറി പിടിക്കുന്നുണ്ടോ? ശരിയാക്കി എന്തിനാണ് എന്റെ ഫോൺ എടുത്ത് ഇതൊക്കെ ഞാൻ രാജേഷ് വീട് കിടക്കുന്നത്. അല്ല ഷെങ്ങനാണെന്നും കൊടുത്താ I have no other way. വേറെ നിവൃത്തിയില്ലായിരുന്നു. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അല്ല അത് ഈ സിറ്റുവേഷൻ വെച്ച് ഊച്ചു പറഞ്ഞാ ചോദിക്ക. ആക്രമണത്തിന് പ്രത്യാക്രമണം. സഖാവ് മാവോട് അതേ രീതി. Thank you. ഇനി പെങ്കൊച്ചിന്റെ പരിസരത്തങ്ങനെ നിന്നെ കണ്ട കാപ്പ മുത്തേനകത്താകും. എന്തിനാടാ? എന്നിട്ട് വേണം പോളോ മക്കളെ. എന്നിട്ട് എടുത്തോണ്ട് പോടാ പോടാ. ചൈനയുടെ അതിന്റെ കളി. ജാക്കി ചായന്റെ പടം കണ്ട പോലെ ഉണ്ടായിരുന്നു. ചൈനീസ് ആക്കന്മാരെ നീ കണ്ട് പഠിക്കേ. ഡി, നീ ഡ്രൈവിംഗ് പഠിപ്പിക്കൽ നിർത്തിയോ? നിർത്തി. നിനക്കേ അഹങ്കാരം. പിന്നെ ഞാൻ ജീവിതകാലം മൊത്തം ഡ്രൈവിംഗ് പഠിപ്പിച്ചോണ്ടിരിക്കണ? ആരും അറിഞ്ഞിട്ടാ പോയത്? ഞാൻ പറഞ്ഞിട്ടാണോ? നീ തീരുമാനിക്കുന്നു, പോകുന്നു. ഇൻഫോ പാർക്കിലെ നല്ല ഒന്നാം തരം ഒരു ജോലി അളഞ്ഞിട്ട് അവൾ വെബ് ഡിസൈനിങ് എന്നും പറഞ്ഞു പോയി. തുടങ്ങി. എന്നിട്ട് അവിടെയും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് 3 കമ്പനി മാറിയിട്ട് അവസാനം അത് ഒന്നും അല്ലാത്തൊരു ജോലി. ഡ്രൈവിംഗ് പഠിപ്പിക്കല്. മമ്മിക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? നിന്റെ തോന്നിയാസം ഇനി ഇവിടെ നടക്കത്തില്ല. പഠിച്ച ജോലിക്ക് വെക്കണം. അത് ഇൻഫോ പാർക്കോ കിൻഫ്രായോ എവിടെയാണെന്ന് വെച്ചാ പൊക്കോണം. ഇല്ലെങ്കിലോ? ഒരെണ്ണം കൂടി തന്നോണ്ടല്ലോ. എന്തു പാടി ഇത്? മോളോട് ചോദിക്ക് എന്താന്ന്. അഹങ്കാരി. Hot water ready? Yeah, it's getting ready. Okay. പഞ്ചറായല്ലേ? പഞ്ചറാക്കി. Hi, Teresa. ഹായ്.
How did you hit 2 men at the same time? When the time comes, this hand holds the power to love and hit as well. Okay. Okay. എന്താ രാത്രി ഇങ്ങോട്ട് എന്താണ് വന്നൂടെ? വന്നോ? എന്നാലും കാര്യം എന്താണ്? വീട്ടിൽ മൊത്തം കട്ട ഷോകോടും പണിയും പോയി ആകെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. പണി പോയാ? ആ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഉം. കല്യാണം കഴിച്ചോ. ആ കുരിശെ കയറ്റി വിട്ടേച്ചാ പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ. എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണമെന്നുണ്ട്. തനിക്ക് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തൂടെ? ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, ട്രോഫിയുടെ പുറത്ത് ട്രോഫി ആയിട്ടിരിക്കുന്ന ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ. ഒന്ന് പോയടോ. എനിക്ക് ഇതൊന്നും പറയാൻ ആളില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. മര്യാദയ്ക്ക് അവിടെ വല്ലതും ഇരുന്നാ മതി. പോലെ ഞാൻ പോണം. No, slowly. Slowly? Okay. Why is he upset? Is there any problem? Yes. Mental. എന്താണ് കണ്ടു പഠിക്കണ? എൻ്റെ രാജേഷ്, ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് 1 മാസത്തേക്കുള്ള സാധനങ്ങളാണല്ലോ അരിഞ്ഞു തള്ളുന്നേ. ഈ സാധനത്തിന് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നീ മുടിയും. നീ പറയുമോ ഞാൻ പറയണം? ഞാൻ പറയാം. നീ പറയാനാ? നീ ഏത് ഭാഷ പറയാനാ? പറയാന്ന്. ശരി. ഒരു കാര്യം ചെയ്യാം, ആ തെരേസ കൊച്ചൊരു മാ കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കാം. ദോമച്ചി. അവരൊന്നും അമ്മച്ചി ഹായ്. അകത്തോട്ട് അവിടെ. അമ്മച്ചി. Hi, Velavechi. How are you? I'm preparing traditional food specially. And then we'll put that meat into this. It will take few minutes. പറയാം. Just a little. Okay. Yeah. അതെ, ഒരു സെക്കൻഡ്. Let's put it. എന്താ മിണ്ടരുത്. അതായത് എന്താണ്? ഈ ഈ രാജേഷേ, എന്നോട് പ്രേമാണ്? അയ്യേ, അതൊന്നുമില്ല. അതെന്താ? പ്രേമം മോശാണോ? അല്ല, പ്രേമം മോശമല്ല. ഞാനീ വേറൊരു പിന്നെ എന്താണ്? മോളെ കാര്യം ഇത്രയുള്ളൂ. ഈ ചൈന കൊച്ചിന് കൊടുക്കാൻ ഇവൻ്റെ 10 വയസ്സ് പോലും ഇല്ല. ഈ അടുത്ത കാലത്ത് അങ്ങ് കൊടുക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് ഈ കൊച്ചിനോട് ഇതിലൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കാതെ ചൈനയിലേക്ക് തിരിച്ചു പോകണമെന്ന് മോൾ ആ കൊച്ചിനോടൊന്ന് പറയണം. അത് മോളോട് പറയാനാണ് ഇവിടെ കിടന്ന് ഇവൻ ഈ ആന്ന് മുക്കറയിടുന്നത്. അതെ. ഒന്ന് പറയോ? അതെ, പറയാണ്ടിരിക്കാൻ ഇത് പടത്തിന്റെ കഥയൊന്നുമല്ലല്ലോ.